ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൈബർ സെക്യൂരിറ്റിയിലുള്ളൊരു റിലേറ്റഡായിട്ടുള്ളൊരു മാറ്ററാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീൽ ചെയ്തിരുന്നു ബ്ലൂടൂത്ത് വഴി ഡിവൈസിന് കൺട്രോൾ എടുക്കാൻ പറ്റുന്ന ഒരു വൾനറബിലിറ്റി ഉണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടും അതിൽ പ്രോബ്ലം ഒന്നുമില്ല, അത് വീണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ്. അതായത് നമ്മുടെ ഒരു വിക്ടം കമ്പ്യൂട്ടേഴ്സിനകത്ത് ഒരു കീബോർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഈ എന്താ പറയുന്നത് വാർണബിലിറ്റി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. അതൊരു ഫീച്ചേഴ്സിനെ നമ്മളതിനെ ആ രീതിയിൽ ആക്ച്വലി ഒരു കീബോർഡ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇട്ടുണ്ടോ ഈ ബ്ലൂടൂത്ത് വിസിബിൾ ആക്കിയിട്ടും കാര്യമല്ല. വിസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആ മാക് അഡ്രസ് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ്. നമ്മൾ പബ്ലിക് സ്ഥലങ്ങളിൽ മാക്സിമം ഇത് ബ്ലൂടൂത്ത് ഡിവൈസുകൾ ഓണാക്കി ഇടാതിരിക്കുക. കാരണം ഇത് ആ ഒരു മൊബൈൽ ഫോണിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് സ്ക്രിപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഇവിടെ അതിൻ്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളതൊക്കെ ഹൈഡ് ചെയ്തിട്ട് കോഡ് റീ എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഇതെല്ലാം ആക്കിയിരിക്കുകയാണ്. കാരണം അത് വേറെ ആരും സെർച്ച് ചെയ്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കോഡ് എടുക്കാതിരിക്കും. അപ്പോൾ അതാരും യൂസ് ചെയ്യരുത്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ ആരും എടുത്ത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിങ്ങനൊരു വാൾനറബിലിറ്റി ഇപ്പം നിലവിൽ നമ്മുടെ എല്ലാ ആൻഡ്രോയിഡ് OS ആയാലും iOS ആയാലും അല്ലെങ്കിൽ വിൻഡോസോ ലിനക്സോ മാക്കോ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഈ വാൾനറബിലിറ്റി ഉണ്ട്. ഇത് വാൾനറബിലിറ്റി അല്ല, ബ്ലൂടൂത്തിൻ്റെ ഒരു ഫീച്ചറിനെ നമ്മൾ എന്താ പറയണേ അതിൻ്റെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ അതൊരു ഈ ഡിവൈസിനെ സംബന്ധിച്ചൊരു ബ്ലൂടൂത്ത് കീബോർഡ് വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഈ അറ്റാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെമോയാണ്. അപ്പം ഇത് നമ്മൾ എല്ലാവരും ഇതുപോലെ വൈഫൈ ബ്ലൂടൂത്തൊക്കെ നമ്മൾ പബ്ലിക് ഇതുപോലെ പോയി ഓണാക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്യാറില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. കാരണം ചിലർ പിന്നെ ബാറ്ററി ലൈഫ് ഇല്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്തിടും. പക്ഷെ നമ്മൾ ഓഫ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് വാച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലം ഇതാണ്. അത് നമുക്ക് ഡെമോ ആയിട്ട് കണ്ടു നോക്കാം. ഇതിൽ നമുക്ക് മാക് അഡ്രസ് അറിയാമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കണക്റ്റ് ആവും. വേറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. അല്ല, നോ കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിവൈസ് ലിസ്റ്റിലുള്ള ഇപ്പം ഓൾറെഡി ഞാനിവിടെ നമ്പർ 3 ആണ്, അതായത് നത്തിങ് ഫോണാണ്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉള്ള നത്തിങ് ഫോണാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് വാർഡനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു എറർ വന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്ക്രീൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ത്രൂ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണിത് എറർ വന്നത്. ഇത് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് സ്ക്രീനിൽ കാണാം ഈ ഫോണിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ മെസ്സേജസ് ഓപ്പണായി. കാരണം ഇവിടെ ഷോർട്ട് കട്ടുകളായിട്ടാണ് ഫുള്ള് ആദ്യം ബ്ലൂടൂത്ത് റീസെറ്റ് ചെയ്തു, എന്നിട്ട് HCI റീനെയിം ചെയ്തു, റോബോട്ട് POC എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ കുറേ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ പോർട്ട് ഓൺ ചെയ്തേക്കണം, പോർട്ട് ഓപ്പൺ ചെയ്തു മാക് അഡ്രസ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിങ് അവിടെ എന്ത് ചെയ്യുക, അതിനകത്ത് കമാൻഡ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡിലേ. അപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തു, അവിടെ റൈറ്റ് സൈഡിൽ ലിങ്ക് കാണാം, മെസ്സേജ് ഓപ്പൺ ചെയ്തു. ഇനി അതുപോലെ നമുക്കൊരു ഇതിപ്പം മെസ്സേജിൻ്റെ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വേറൊരു എക്സ്പ്ലോയിറ്റ് നോക്കി നോക്കാം. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings.
set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not അത് text വീണ്ടും or I'll come off desperate. സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിൾ ക്രോം ഓപ്പണായി. ക്രോം ഓപ്പണായിട്ട് എന്ത് ചെയ്തു, അതിപ്പം നിങ്ങൾക്ക് ചിലപ്പം ഡിസ്പ്ലേയിൽ കാണാൻ പറ്റില്ലായിരിക്കും. അതായത് ഇത് എന്താ പറയുക, സ്ക്രീൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളവിടെ സെക്യൂർ ആയിട്ടുള്ള ബ്രൗസറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആക്ച്വലി ഡിവൈസിൽ ആ യൂട്യൂബ് ചാനൽ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതൊരു ഞാൻ അന്ന് ഡിസ്കസ് ചെയ്ത റീലിൽ ഇടുന്ന വാൾണബിലിറ്റി ഇതാണ്. എന്നിട്ട് നമുക്ക് പേലോഡ്സ് പരിശോധിച്ച് നോക്കാം. പേലോഡ്സ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കമാൻഡുകളാണ്. അതായത് കമാൻഡുകൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഷോർട്ട് കട്ടുകൾ, അതുപോലെ ഡിലേ, അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് അതായത് കീബോർഡിന്റെ വർക്കിംഗ് ആണ് ആക്ച്വലി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ല, ഒരു കീബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണോ അതുപോലെയാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് പറയുന്നത് മെസ്സേജ് ഓപ്പൺ ആയതിന്റെ പേലോഡാണ്. ഇത് വാട്സപ്പ് ഓപ്പൺ ആയിട്ട് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് മെസ്സേജ് പോണ ഒരു പേലോഡാണ്. അതൊന്നും നോക്കിട്ടോ വാട്സപ്പിന്റെ. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever want to give me wings. ചിലപ്പോൾ ഇത് പ്രശ്നം അതാണ്. അതായത് ബ്ലൂടൂത്ത് അപ്പം സ്ക്രീൻ കാസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് ഉള്ള പ്രോബ്ലമാണ്. വേറെ ഡിവൈസുകളൊന്നും അതിൽ ബ്ലൂടൂത്തിൽ കണക്റ്റ് ആവാൻ പാടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ആ ഒരു നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു കോഡും ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മെസ്സേജുകൾ ഓരോ ഇതായിട്ട് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ലോഗിൻ ചെയ്തിട്ടില്ല. വാട്സപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മെസ്സേജുകൾ ആ നമ്പറിലേക്ക്, നമ്മൾ കൊടുത്ത നമ്പറിലേക്ക്, നമ്പറൊന്നും കൊടുത്തിട്ടില്ല, കൊടുത്ത നമ്പറിലേക്ക് അത് സെൻഡ് ആവും. അപ്പോൾ അതാണ് ഇത് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആരും ബ്ലൂടൂത്ത് ഒക്കെ ആവശ്യമില്ലാതെ ഇത് എനേബിൾ ചെയ്തിട്ടൊന്നും ഓൺ ചെയ്തിട്ടൊന്നും നടക്കാതിരിക്കുക. ബ്ലൂടൂത്ത് റേഡിയോ ഇതുപോലെ ഇപ്പം വാൾണബിലിറ്റി സ്റ്റില്ല് ഇപ്പോഴും ഉണ്ട്. അതായത് അത് അപ്ഡേഷൻ കൊണ്ടൊന്നും മാറിയിട്ടില്ല. പുതിയ ഡിവൈസുകളിൽ, Android 14 ഡിവൈസുകളിൽ പെർമിഷൻ ചോദിക്കുന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. വൺ ടൈം പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അത് പെർമിഷനൊന്നും ചോദിക്കാതെ തന്നെ ഡിഫോൾട്ടായിട്ടത് ഓണായി വർക്ക് ചെയ്യും. അപ്പോൾ അതിനാൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക.